ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഗാസ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞാൻ്റിയുടെ വീട്ടിൽ നിന്ന് മായമ്മയുടെ കുറച്ച് കസിൻസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാൻ്റിയുടെയും മായമ്മയുടെയും ചേച്ചിമാരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് ഇവിടുന്ന് അടുത്താണ് കേട്ടോ. ഇവിടുന്ന് നമ്മുടെ ബ്രഹ്മമംഗലത്ത് നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പം നമ്മൾ സന്തോഷങ്ങളുടെ വണ്ടിക്കാണ് പോകുന്നത് കേട്ടോ. സന്തോഷങ്ങളുണ്ട്, കുഞ്ഞാൻ്റി ഉണ്ട്, പിന്നെ കുഞ്ഞാറ്റ, നന്ദക്കുട്ടൻ എല്ലാവരും ഉണ്ട് കേട്ടോ. പിള്ളേരെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അധികം മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീറ്റു, പിള്ളേരെയൊക്കെ റെഡിയാക്കി പെറുക്കി പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ പോകുന്ന വഴിക്ക് മഴ പെയ്യോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ എങ്കിലും നമ്മുടെ അവിടുത്തെ പ്രദേശത്തെ തലനാട്ടെ ഒരു ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് അത്ര തന്നെ അങ്ങ് വലിയ മഴയില്ല കേട്ടോ. എങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഒരു വൈകുന്നേരം ഒരു സമയം രാത്രിയിലൊക്കെ ആണെങ്കിൽ പെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ അവിടുത്തെ പോലെ മഞ്ഞോ കാര്യങ്ങളോ ഒരുപാട് അങ്ങനെ ഒരു വലിയ സീനൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇനി യാത്ര തുടരുകയാണ്. അപ്പോൾ പോരുന്ന വഴിക്ക് നമുക്ക് കുഞ്ഞാറ്റയ്ക്ക് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തൊരു ഷോപ്പിൽ കയറി നമ്മൾ അവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വാങ്ങിച്ചതിന് ശേഷം നമ്മളിനി നേരെ അങ്ങോട്ടേക്ക് യാത്ര പോവുകയാണ് കേട്ടോ. കയറിയ ഉടനെ തന്നെ ഇച്ചൂട്ടി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റയുടെ കയ്യിലായിരുന്നു അവൾ. അപ്പോൾ കൂടുതലും അവർ രണ്ടുപേരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് കളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പോരുന്ന വഴിക്ക് തന്നെ നല്ല രീതിയിൽ ഉറക്കമായിരുന്നു. അപ്പോൾ പിന്നെ എണീപ്പിക്കാനൊന്നും നോക്കിയില്ല കേട്ടോ. ഇനി ഇറക്കെ എണീറ്റ് കരയോ വല്ലതും ആണെങ്കിൽ നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഒക്കെ വേണ്ട കുറുക്ക്, പാല്, എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വണ്ടി നിർത്തിയിട്ടാണെങ്കിലും കരയൊക്കെ ആണെങ്കിലും കൊടുത്താൽ മതിയല്ലോ. ഇതിപ്പം തണ്ണീർമുക്കം ബണ്ടിൻ്റെ ആ ഒരു ഏരിയ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല രസമായിട്ട് നമുക്ക് അതിലൂടെ എപ്പോൾ പോവുകയാണെങ്കിലും നമ്മൾ നല്ലൊരു അവിടെ നിർത്തി അവിടേക്ക് ഇറങ്ങി കാണാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിനി നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇപ്പം തിരിച്ച് വരുന്ന വഴി നമ്മളിതിലേ വരുവാണെങ്കിൽ നമ്മളിവിടെ ഇറങ്ങി കുറച്ച് മീൻ, അതുപോലെ കക്ക ഇറച്ചി, അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാമെന്നൊക്കെ കരുതിയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മളിനി ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ നമ്മൾ സാധാരണ ചേട്ടയുടെ വീട്ടിൽ പോകുമ്പോഴാണെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം വാങ്ങിക്കാറുണ്ടല്ലോ. ഇവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം നിന്നിട്ടാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് വേണമെങ്കിൽ കക്ക ഇറച്ചി അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാമെന്ന് സന്തോഷങ്ങൾ പറഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് ചെമ്മീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. ഉണക്ക ചെമ്മീനൊക്കെ നമുക്ക് ഇവിടെ അധികമായിട്ട് കിട്ടും. അപ്പം നമ്മുടെ അവിടുത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് വിലയൊന്നുമില്ല കേട്ടോ. അത്രയും തന്നെ വില കുറവാണ്. പക്ഷേ എങ്കിലും വിലയുണ്ട്, ഒരുപാട് വിലയില്ലെന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചു ഒന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കുറച്ച് പാലൊക്കെ കൊടുത്ത് അവളെ കിടത്തി ഉറക്കിയേക്കുവാണ് കേട്ടോ. പിന്നെ അവൾ ചെറുതായിട്ട് ഇങ്ങനെ ഉറക്കമായി. വലിയ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇത്രയും പേര് ഞങ്ങൾ പുറകിലിരിക്കുകയാണ്. കുഞ്ഞാൻ്റി ഫ്രണ്ടിലാണ് കേട്ടോ. സന്തോഷങ്ങളുടെ അടുത്ത് ഫ്രണ്ടിലത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. ഇനി ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഉഷാമ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഉഷാമേനെ കണ്ടതിന് ശേഷം കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. അതിന് ശേഷം നമ്മൾ വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്തു കേട്ടോ, അടുത്ത് തന്നെ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് നടന്ന് പോകാൻ വേണ്ടിയുണ്ട്. അപ്പം നമ്മൾ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കണമല്ലോ. അപ്പോൾ അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ സ്വീറ്റ് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം മായമയും സന്തോഷങ്ങളും പിന്നെ കുഞ്ഞാൻ്റിയും കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളും കൂടെ അങ്ങോട്ടേക്ക് പോയി. ഞങ്ങൾ അവരുടെ പുറകെ തന്നെ പോയി. പിന്നെ കുഞ്ഞാറ്റയ്ക്ക് നന്ദുവിനുമൊക്കെ ഡയറി മിൽക്ക് വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ, സ്വീറ്റ്സൊക്കെ. അപ്പോൾ അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ്, സ്വീറ്റ്സ് അതെല്ലാം വാങ്ങിച്ചു കേട്ടോ. അപ്പം എല്ലാം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇച്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് കരഞ്ഞു. അപ്പം ഞങ്ങൾ അവളെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് വന്ന് ചുമ്മാ ഇതിൻ്റെ അകമൊക്കെ വെറുതെ ഇങ്ങനെ ഒന്ന് കാണിക്കുമായിരുന്നു കേട്ടോ. അപ്പം വീട്ടിലേക്ക് നമ്മൾ കയറി വന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമേ കുഞ്ഞാൻ്റി സന്തോഷങ്ങളെ പിള്ളേരൊക്കെയാണ് ഇരുന്നത് കേട്ടോ. അപ്പം ഇച്ചുവിന് ഞങ്ങൾ കുറച്ച് ചോറ് വാരി കൊടുക്കുമായിരുന്നു. നന്നായിട്ട് ചോറ് ഉടച്ചതിന് ശേഷം അത് നമ്മൾ വെറുതെ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് എണ്ണയോ ഒക്കെ ഒഴിച്ചിട്ടാണ് അവൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവൾക്ക് ചോറ് വാരി കൊടുക്കുമായിരുന്നു. പിന്നെ ഇവർക്ക് ആദ്യം തന്നെ കൊടുത്തു കേട്ടോ. ഇപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അപ്പുറത്തിരുന്ന് ഇച്ചുവിനെ കൊണ്ട് കളിക്കുമായിരുന്നു. നമ്മൾ അടുത്ത് തന്നെ വീട്ടിലെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ വെറുതെ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങേണ്ട ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മിക്കവാറും ഉറക്കം കറക്റ്റായിട്ടില്ലെങ്കിൽ ആശാത്തി കുറച്ച് വഴക്കൊക്കെ ഇടാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പം ഞങ്ങൾ ചോറ് വാരി കൊടുത്തേക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് സൈഡിലൊന്ന് വന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു കുഞ്ഞ് തിണ്ണ ഉണ്ടായിരുന്നു, അവിടെ ഇരുന്ന് നമ്മൾ ചോറൊക്കെ വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഇപ്പം ഫുഡ് മെയിനായിട്ടും ഉണ്ടായിരുന്നത് ഗീ റൈസും ചിക്കൻ കറിയാണ് കേട്ടോ. ഇപ്പം അടിപൊളി റൈസായിരുന്നു, അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ടുള്ള സാലഡ്, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു. ഇത് ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും മായമ്മയും ഉഷാമ്മയും കൂടെയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പം ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് ഇച്ചുവിനെ ഞങ്ങൾ കുഞ്ഞാൻ്റിയുടെ കൊടുക്കുകയാണ് ചെയ്തത്. കുഞ്ഞാൻ്റി സന്തോഷങ്ങളും പിള്ളേരും ഒക്കെ ഫുഡ് കഴിച്ചല്ലോ, അപ്പോൾ കുഞ്ഞാൻ്റിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അവർ തൊട്ടടുത്തുള്ള റൂമിനകത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് പോകാമെന്ന് കരുതിയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇച്ചുവിന് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ അടുത്ത ഒരു കുഞ്ഞ് കട്ടിലുണ്ടായിരുന്നു, അവിടെ കിടന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി കുറച്ച് നേരം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എണീറ്റ് പിന്നെയും കളി പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ചെറുതായിട്ടൊന്ന് തൂളാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ പോരാൻ വേണ്ടി തിരിച്ചു പോരുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ മഴയൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം ഇച്ചുവിനെയും എടുത്തു, പിള്ളേരെല്ലാവരും ഇറങ്ങി. ഉഷാമ്മ ഞങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടി വണ്ടിയുടെ അവിടെ വരെ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ ഉള്ളിലേക്ക് നടക്കണം കേട്ടോ, അവിടെയാണ് വീട്. അപ്പോൾ അടുത്തുള്ള വീട്ടുകാരൊക്കെ ആണെങ്കിൽ നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് കേട്ടോ. ഒത്തിരി വർത്തമാനമൊക്കെ പറയാൻ വേണ്ടി ഞങ്ങളോട് വർത്തമാനമൊക്കെ പറയാൻ വേണ്ടി ഇറങ്ങി വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു 2 മിനിറ്റ് വണ്ടി ഇടുന്ന സ്ഥലത്തേക്ക് നടക്കാനുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മളിനി വീട്ടിലേക്ക് പോകുന്ന വഴി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, അങ്ങനെയൊക്കെ കരുതിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് നേരെ റോഡിലേക്ക് പോവുകയാണ്. ഇനിയിപ്പം നമ്മൾ ഇങ്ങോട്ട് പോരുന്ന വഴി മായമ്മയുടെ കുറച്ച് ആൻറ്റിമാരുടെയൊക്കെ വീട്ടിലൊക്കെ കയറാനുണ്ട് കേട്ടോ. അപ്പോൾ മായമ്മയുടെ അമ്മയുടെ കസിൻസൊക്കെ ഇവിടെ ഒരു ഏരിയയിലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ ഒന്ന് കയറണമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ അങ്ങോട്ടേക്കായിട്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും മഴ പൊടിയുന്നൊക്കെ ഇച്ചിരി കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചുവിനെയും കൊണ്ട് ഞങ്ങൾ ഇതാ വഴിയിൽ സൈഡിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും മായമ്മയും അവരെല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു കേട്ടോ. അപ്പോൾ ഇനി ഞാനും കുഞ്ഞാറ്റയും നന്ദുക്കുട്ടനും കൂടെ അവരുടെ പുറകെ ഇതാ നേരെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടി അവിടെ സൈഡിലാണ് പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളിനി നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾക്ക് യാത്ര പറയാൻ വേണ്ടി ഉഷാമയും വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വണ്ടിയെ കയറിയതും ചെറുതായിട്ടൊന്ന് മഴ പൊടിയാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ടാറ്റ പറഞ്ഞ് അവിടെ ഒരു കുഞ്ഞാവ ഉണ്ടായിരുന്നു, വീടിൻ്റെ അടുത്തുള്ളതാണ്, ഉഷാമയുടെ ഒരു ബന്ധുവാണ് കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ നേരെ ഇനി പോരുവാണ്. പോരുന്ന വഴിക്ക് ഇച്ചുകുട്ടിക്ക് ചെറുതായിട്ടിങ്ങനെ ഒരു ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊരു മയക്കം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ലൈറ്റായിട്ടൊന്ന് കുറച്ച് നേരം ഉറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോരുന്ന വഴി അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങ് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ എല്ലാവരും കൂടെ വർത്താനമൊക്കെ കുറച്ച് നേരം പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. ഞങ്ങൾ വർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാൻ്റി ചെറുതായിട്ടൊന്ന് ഉറങ്ങി വരുന്നുണ്ടായിരുന്നു. കുഞ്ഞാൻ്റിയുടെ ഉറക്കം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മായമയും ചെറുതായിട്ട് ഉറങ്ങാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. പോരുന്ന വഴി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല, കാരണം അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആകപ്പാടെ എല്ലാവരും പെട്ടെന്ന് വാങ്ങിച്ചിട്ട് ഇറങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതൊന്നും കവർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇച്ചക്കുട്ടൻ ചെറുതായിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റിട്ട് അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് കളിയും ചിരിയൊക്കെ ആയിട്ട് ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റയോടും എന്നോടും ഒക്കെയാണ് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഇനി നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയെ തണ്ണീർമുക്കത്തൊന്ന് ഇറങ്ങാമെന്ന് കരുതിയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിക്കാം. അപ്പോൾ പിള്ളേർക്കൊക്കെ ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പം ഐസ്ക്രീമൊക്കെ കഴിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാറ്റ ഫോൺ വാങ്ങിച്ച് കുഞ്ഞാറ്റയുടെ വീഡിയോ പിടുത്തമാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ബണ്ടിൻ്റെ അങ്ങോട്ടേക്കാണ് കേട്ടോ. അപ്പോൾ തണ്ണീർമുക്കം ബണ്ടിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും നന്ദുക്കൂട്ടം കിടന്ന് ബോട്ടിൽ കയറണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വാശി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബോട്ടിൽ കയറണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മഴയൊക്കെ ഇല്ലെങ്കിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ബോട്ടിൽ കയറിയാലോ എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ സന്തോഷങ്ങൾ പറഞ്ഞു മഴ കുറവാണെങ്കിൽ നമുക്ക് ബോട്ടിൽ പോവാം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾ നേരെ പോവുകയാണ്. പിന്നെ പോകുന്ന വഴിക്ക് ബജ്ജി അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കണം കേട്ടോ. അച്ഛനും അമ്മയ്ക്കും വേണ്ടി അങ്ങനെ വാങ്ങിക്കാനുണ്ട്.
അപ്പം ഞങ്ങളിനി നേരെ തണ്ണീർമുക്കം ബണ്ടിൻ്റെ ആ സൈഡിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊരു ചായ കുടിക്കാം, ഇപ്പം മഴയൊന്നും ഇല്ലെങ്കിൽ ബോട്ടിലൊക്കെ ഒന്ന് കയറാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ബാക്കി കാഴ്ചകളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലിടാം, കാരണം ഒത്തിരി ഇതിൽ എന്തിയായി പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കി പാട്ട് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അഗ്നികാസ് വേൾഡ്.